ഏതൊരച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മക്കൾ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരിക്കും. മക്കൾക്ക് ഒരു പോറലേറ്റാൽ പോലും മാതാപിതാക്കൾക്കത് സഹിക്കാൻ കഴിയില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവം ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. 6 വയസ്സുകാരനായ സിദ്ധാർത്ഥ് എന്ന പിഞ്ചു കുഞ്ഞിനെ സ്വന്തം പിതാവ് തന്നെ കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. അതിന് ആ പിതാവ് പറഞ്ഞ കാരണം കേട്ട് പോലീസ് പോലും വിറങ്ങലിച്ചുപോയി. 2026 മാർച്ച് 16-നാണ് സംഭവങ്ങളുടെ തുടക്കം. കർണാടക സ്വദേശിയായ മല്ലികാർജുൻ തന്റെ 6 വയസ്സുകാരനായ മകൻ സിദ്ധാർത്ഥിനെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അയൽ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്കായിരുന്നു ആ യാത്ര. എന്നാൽ തിരിച്ചു വന്നപ്പോൾ മല്ലികാർജുന്റെ കൂടെ മകനുണ്ടായിരുന്നില്ല. മകൻ എവിടെയെന്ന ഭാര്യയുടെയും ബന്ധുക്കളുടെയും ചോദ്യത്തിന് അയാൾക്ക് കൃത്യമായ മറുപടിയുമുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ മഹാരാഷ്ട്രയിലെ സിന്ദഗിക്കടുത്തുള്ള ഒരു സ്കൂൾ ഹോസ്റ്റലിൽ ചേർത്തു എന്നായിരുന്നു അയാൾ പറഞ്ഞത്. പഠിച്ച് വലിയ നിലയിലെത്താൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിച്ച് അവർ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഏപ്രിൽ 1-ാം തീയതി സിദ്ധാർത്ഥിന്റെ ജന്മദിനമായിരുന്നു. തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ അവന് മധുരം നൽകാൻ അമ്മ ഭാഗ്യശ്രീ ആഗ്രഹിച്ചു. അന്നേ ദിവസം മകനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ വാശി പിടിച്ചു. എന്നാൽ ഈ ആവശ്യം കേട്ടതും മല്ലികാർജുൻ പതറിപ്പോയി. മറുപടി പറയാനാകാതെ അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഈ അസ്വാഭാവിക പെരുമാറ്റം ഭാഗ്യശ്രീയിൽ വലിയ സംശയമുണ്ടാക്കി. ഒടുവിൽ അവർ പോലീസിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് മല്ലികാർജുനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മാർച്ച് 16-ന് തന്നെ ആ കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിലെ കരാട് ജില്ലയിലുള്ള കൃഷ്ണ നദിയിലേക്ക് തള്ളിയിട്ട് സ്വന്തം മകനെ ആ പിതാവ് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് പോലീസ് മഹാരാഷ്ട്രയിലെ മസൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടതോടെ നദിയിൽ നിന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം സിദ്ധാർത്ഥിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൊല ചെയ്യാൻ അയാൾ പറഞ്ഞ കാരണം കേട്ട് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിത്തരിച്ചുപോയി. മകന് തന്നെപ്പോലെ രൂപസാദൃശ്യമില്ലെന്ന ഗ്രാമവാസികളുടെ നിരന്തരമായ പരിഹാസമായിരുന്നുവത്രേ അതിന് കാരണം. ഈ കുട്ടി നിന്റെ കളറല്ലല്ലോ, നിന്റെ മുഖച്ഛായയില്ലല്ലോ എന്ന് പറഞ്ഞ നാട്ടുകാർ മല്ലികാർജുനെ സ്ഥിരമായി കളിയാക്കിയിരുന്നു. ഈ പരിഹാസം അയാളിൽ വലിയ അപമാനഭാരവും സംശയവും ദേഷ്യവുമൊക്കെ വളർത്തി. ആ ദേഷ്യം തീർത്തതാകട്ടെ ഒന്നും അറിയാത്ത ആ പാവം 6 വയസ്സുകാരന്റെ ജീവനിലായിരുന്നു. വെറുമൊരു പരിഹാസത്തിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് അവിടെ പൊലിഞ്ഞുപോയത്. മറ്റുള്ളവരുടെ പരിഹാസത്തിന് സ്വന്തം ചോരയെ ബലി കൊടുത്ത ഈ പിതാവ് ഇന്ന് അഴിക്കുള്ളിലാണ്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ ഒന്നോർക്കുക, നിങ്ങളുടെ പരിഹാസത്തിന് ഒരുപക്ഷെ കൊടുക്കേണ്ടി വരിക വലിയ വിലയായിരിക്കാം.